അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വല്ല സൽക്കാരോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് മാത്രം തയ്യാറാക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു പത്തിരി. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഇത്. ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരി ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ സെക്കൻഡ് സിസ്റ്ററുണ്ട്, പൂത്താത്ത. അപ്പോൾ പൂത്താത്ത നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പത്തിരിപ്പൊടി നമ്മുടെ സാധാരണ പാക്കറ്റ് പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തവി വെച്ചിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ഇത് നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പൊടി ചൂടാറാനൊന്നും വെക്കരുത്. ഒരു ഇളം ചൂടോടുകൂടെ തന്നെ ഇത് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു കുഴക്കുന്ന പത്തിരിയുടെ കുഴയാണ് ശരിയായി വരേണ്ടത്. അപ്പോൾ അത് നല്ലോണം കുഴച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പത്തിരി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കുഴക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുക്കണേ. അപ്പോൾ ഇതിപ്പോൾ സ്റ്റൗവിൽ ഒരു 3-4 മിനിറ്റോളം ഇങ്ങനെ തന്നെ തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ചൂടോടുകൂടെ തന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇത് ആ ഒരു ചൂടിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പത്തിരി കുഴക്കുന്ന ആ ഒരു സമയവും പിന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന ആ ഒരു സമയമാണ് ഈ ഒരു പത്തിരിക്ക് ആവശ്യമായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പത്തിരി പ്രസ്സറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചൂടോടുകൂടെ തന്നെ ഇത് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ ആ ഒരു അരിപ്പൊടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇത്തിരി കയ്യിൽ തൂത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചധികം സമയം തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. നല്ലോണം കുഴച്ചെടുക്കുന്നത് പോലെ ഇരിക്കും നമുക്ക് ഈ ഒരു പത്തിരി മലപ്പുറം കണ്ണൂർ ഭാഗങ്ങളിലാണ് അങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഒരു ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ലോണം പൊങ്ങി വരും. അപ്പോൾ നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം കാറ്റൊന്നും കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ കറി, ബീഫ് കറി അങ്ങനെ എന്തെങ്കിലും കൂടെ കഴിക്കാൻ മാത്രമേ ഇത് എനിക്കൊക്കെ ഇഷ്ടമുള്ളൂ. വെജിറ്റബിൾ കറിയുടെ കൂടെ പോലും എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ലൂസായി പോവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അരിപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു മാവ് ഒരുപാട് കട്ടിയായിപ്പോയാലും ലൂസായിപ്പോയാലും നമുക്കിത് പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പ്രസ്സറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ സാധാരണ ചപ്പാത്തി കോല് വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു കുഴക്കുന്ന അളവ് കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് അത് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ കുഴക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പത്തിരി പ്രസ്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പരിപാടി കഴിക്കാൻ പറ്റും. ഇതിപ്പം ചപ്പാത്തി കോല് വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു അരിപ്പൊടിയുടെ മാവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിപ്പൊടി ഇട്ടിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്ക് മൈദപ്പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുന്നില്ല, അതുപോലെ അരിപ്പൊടി ചേർത്തിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഷാർപ്പുള്ള സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ ഒക്കെ അടപ്പുണ്ടാവില്ലേ, ആ ഒരു അടപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഈ ഒരു പരത്തിയെടുക്കുന്ന ഭാഗമാണ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഹാർഡായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒട്ടും പറ്റാത്തൊരു സംഗതിയാണ് ഇതിങ്ങനെ പരത്തിയെടുക്കുന്നത്. ഇതിപ്പം പൂത്താത്ത എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇത് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടായിരുന്നു ഈ ഒരു പത്തിരി. ഇതിപ്പോൾ റൗണ്ടിൽ ഓരോന്നും പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ തന്നെ പാനിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷാർപ്പായിട്ടുള്ള നമ്മുടെ കിണ്ണ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, അത് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ.
ഇതിപ്പോൾ ഓരോന്നും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇതിന് വാട്ടിപ്പത്തിൽ നിന്നും പേരുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ചുടുകയല്ല ചെയ്യുക. ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്നങ്ങ് വാട്ടിയെടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിന് വാട്ടിപ്പത്തിൽ നിന്നും പേരുണ്ട്. ഇത് നമ്മൾ ഒരുപാട് സമയം പാനിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഹാർഡായിട്ട് പോകും, നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് ഈ ഒരു പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് ഇത് ആ ഒരു പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയം വെച്ച് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൽ നമ്മൾ എണ്ണയൊന്നും ചേർത്തും കൊടുക്കുന്നില്ല കേട്ടോ. എണ്ണ ചേർക്കുന്നവരും ഉണ്ടാവും. ഇതിപ്പോൾ എണ്ണ ഒന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാനിലിട്ട ഉടനെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നോളും. ഇനിയിപ്പോൾ പൊങ്ങി വരാത്ത പത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒന്ന് എല്ലാ സൈഡും ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നോളും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി പരത്തി വെച്ചിട്ടുള്ള പത്തിരിയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. എന്നിട്ട് നല്ല ചൂടോടുകൂടെ തന്നെ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ വെജിറ്റബിൾ കറിയുടെ കൂടെയോ ഒക്കെ ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ നോൺ വെജ് കറികളുടെ കൂടെയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും.